ഗസയിൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യ. ഗസയിൽ ഖാൻ യൂനിസിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് ഞെട്ടിക്കുന്നതും അങ്ങേയറ്റം സങ്കടകരവുമാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ കൊലപാതകം ഞെട്ടിപ്പിച്ചെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു. സംഘർഷത്തിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലും ഇന്ത്യ എപ്പോഴും അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിൽ പ്രധാന ആശുപത്രിയായ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. സയനിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വിഷയത്തിൽ ഇന്ത്യയും പ്രതികരിച്ചത്. സംഭവത്തിൽ 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 21 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പരിക്കേറ്റു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിലെ ഹുസാം അൽ മിസ്രി, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് മറിയം അബു ദഖ്വ, അൽ ജസീറ ഫോട്ടോ ജേർണലിസ്റ്റ് മുഹമ്മദ് സലാമ, അസോസിയേറ്റ് പ്രസ് വാർത്താ ഏജൻസിയുടെ മുആസ് അബു ത്വാഹ, ഖുദ്സ് ഫീഡ് നെറ്റ്വർക്കിലെ അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ. ആദ്യം ആശുപത്രിക്ക് മുകളിൽ ഒരു മിസൈൽ പതിച്ചു. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരും എത്തിയപ്പോൾ അവർക്ക് നേരെ മറ്റൊരു മിസൈൽ കൂടി പതിക്കുകയായിരുന്നു. നാസർ ആശുപത്രിയിലെ 4ാം നിലയിലാണ് മിസൈൽ പതിച്ചത്. ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. മാധ്യമപ്രവർത്തകരെയും പ്രത്യേകം ലക്ഷ്യമിടുന്നുണ്ട്. ജൂണിലും നാസർ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു.